ലോകത്തെ അതിവേഗം വളരുന്ന മതമായി ഇസ്ലാം മതം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പ്യൂർ റിസർച്ച് സെന്റർ ആണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ എന്താണ് പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭൂതപൂർവമായ വളർച്ചയാണ്. ലോക ജനസംഖ്യ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 10% വർദ്ധിച്ചപ്പോൾ മുസ്ലിം ജനസംഖ്യ 21% വർദ്ധിച്ചിരിക്കുന്നത്. അതായത് ലോക ജനസംഖ്യയുടെ ഇരട്ടിയിലുള്ള ഒരു വർധനവാണ് ഈ മുസ്ലിം മതത്തിന് ഉണ്ടായിരിക്കുന്നത്. 2010 മുതൽ 2020 വരെ 21% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. 1.7 ബില്യണിൽ നിന്നും 2 ബില്യൺ ആയിട്ട് അത് ഉയരുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ലോകത്തെ 4 പേരിൽ ഒരാൾ മുസ്ലിം മതവിശ്വാസിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഹിന്ദു ജനസംഖ്യയിൽ ഒരു നേരിയ കുറവ്. 2010 15% ലോക ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ സ്ഥാനം, ഇല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ സ്ഥാനമെങ്കിൽ 2020 ആയപ്പോഴേക്കും അത് 14.9% കുറഞ്ഞിരിക്കുന്നു. ഒരു നേരിയ കുറവ് അതിൽ വന്നിരിക്കുന്നു. ഈ മുസ്ലിം ജനസംഖ്യ ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിക്കുന്നത് വടക്കൻ അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ വളർച്ചയ്ക്ക് പ്രധാന കാരണം കുടിയേറ്റം തന്നെയാണ്. കുടിയേറ്റം, സ്വാഭാവികമായ ജനന നിരക്ക്, മതപരിവർത്തനം, ഈ 3 കാര്യങ്ങളിലാണ് ഈ മതം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത്. സബ് സഹാറൻ ആഫ്രിക്കയിലും മുസ്ലിം ജനസംഖ്യ 34% വർദ്ധിച്ചിട്ടുണ്ട്. ഏഷ്യ പസഫിക് മേഖലയിലും 1.4% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏഷ്യ പസഫിക് മേഖല എന്ന് പറയുമ്പോൾ പ്രധാനമായി ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെയാണ് ഈ ഒരു വളർച്ചയ്ക്ക് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. ഏതായാലും യൂറോപ്പിനെ ആകമാനം വിഴുങ്ങിക്കൊണ്ട് അവിടെ ഈ ഇസ്ലാമിക രാജ്യമായി പല യൂറോപ്യൻ രാജ്യങ്ങളും മാറും എന്ന് നേരത്തെ തന്നെ പ്രവചനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് പ്രകാരം അതിനുള്ള സാധ്യതകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. അമേരിക്കയിലടക്കം വലിയ രീതിയിൽ തന്നെ ഈ മുസ്ലിം ജനസംഖ്യ കൂടുന്നുണ്ട്. അമേരിക്കയിൽ ഒപ്പം ഈ മതം വിടുന്നവരുടെ, ഒരു മതത്തിലും പെടാത്തവരുടെ സംഖ്യയും കൂടി വരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.